ഹലോ ഗൈസ്, വെൽക്കം ടു ഹണി ബി കപ്പിൾസ്. അപ്പോൾ നമ്മളിന്ന് ഞാനും ഏട്ടനും മോളും കൂടി പുറത്ത് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ പുറത്ത് പോകണ വിശേഷങ്ങളാണ് ഇന്നുള്ളത്. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അങ്ങനെ പുറത്തേക്ക് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് ചൊക്കനേക്കാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ചൊക്കന എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയ ഒരു സ്ഥലമാണ്, എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ്. അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 3 മണി 3:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റുക്കുവിൻ്റെ സ്ലിപ്പർ പൊട്ടി. അപ്പോൾ റുക്കുവിൻ്റെ സ്ലിപ്പർ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഷോപ്പിൽ കയറി. അവിടെ നിന്നൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ച് പൈസ ഒക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോണ വഴിക്ക് ഒരു ചായക്കടയിൽ കയറി. അവിടെ ചായക്കടയിൽ കയറിയപ്പോൾ അവിടെ കുറേ കടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ എന്താ പഴംപൊരി ഉള്ളിവടയും ബജ്ജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 2 ചായ പറഞ്ഞു. പിന്നെ ഞാനൊരു പഴംപൊരിയും ഏട്ടൊരു ഉള്ളിവടയും പറഞ്ഞു. പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. ഉള്ളിവട അത്ര ടേസ്റ്റ് ഉണ്ടായില്ല, തണുത്ത കാരണം എനിക്കത്ര ഇഷ്ടമായില്ല. റുക്കു 2ഉം വേണമെന്ന് പറഞ്ഞ് വെച്ചൊക്കെ കൊടുത്തപ്പോൾ ആളത് തുപ്പി, ആൾക്ക് ഇഷ്ടമായില്ല. ചായ വേണമെന്നാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചായ കൊടുത്തപ്പോഴും ആൾ കുടിച്ചില്ല, ആൾക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ പഴംപൊരിയൊക്കെ തിന്ന് ഞങ്ങൾ ചൊക്കനേക്ക് പോകാൻ വേണ്ടി പോണോ പോണ്ടേ എന്നൊക്കെയുള്ള ഇതിലായിരുന്നു. ചായ കൂടി കഴിഞ്ഞപ്പോൾ മഴക്കാറുള്ളതുകൊണ്ടും പിന്നെ മോളുള്ളതുകൊണ്ടും ഞങ്ങൾ സ്കൂട്ടിയുമാണ് പോയത്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ആലോചിച്ചിട്ട് പോണോ പോണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഒരു കണക്കിന് ഇറങ്ങി. എന്നിട്ട് വഴി ഇങ്ങനെ പോയി. പകുതി എത്തിയപ്പോൾ മഴ ചാറി തുടങ്ങി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഇന്ന് പോകണ്ട, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. വീട്ടിൽ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ അവിടെ അടുത്ത് തന്നെ ഒരു പാടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലേക്ക് പോന്ന് കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ്റെ അച്ചാച്ചൻ വയ്യാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അച്ചാച്ചനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങി. മരത്താക്കരയായിരുന്നു. അപ്പോൾ ഞങ്ങളത് അവിടേക്ക് ഇറങ്ങി പോയി. അവിടെ 2 പട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ റൂമിലൊക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് കേട്ടോ. എന്തായാലും അച്ചാച്ചൻ്റെ അടുത്ത് എത്തി. അച്ചാച്ചനൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഏട്ടനും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ അമ്പലൂർ തൃശ്ശൂർ ഗേറ്റിൽ പോയി. അവിടെ പോയി അൽഫാമും ഷവർമയൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ച്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.